എത്യോപ്യയിലെ അബിത് ജാത്താശാല നാഷണൽ പാർക്കിൽ നിന്നും മടങ്ങുകയാണ് ഞാൻ. പോയ കാര്യം നടക്കാതെ നിരാശയോടെയുള്ള മടക്കം. അമ്മാനുവേൽ എന്ന ഈ ഡ്രൈവറുടെ സഹായത്തോടെയാണ് മടങ്ങുന്നത്. ഒരു ബ്രിട്ടീഷുകാരൻ അയാളുടെ കൂട്ടുകാരിയുമൊത്ത് നാഷണൽ പാർക്ക് കണ്ട് മടങ്ങുന്ന വഴി ഞങ്ങളെ സൗജന്യമായി വാഹനത്തിൽ കയറ്റുകയായിരുന്നു. വഴിയരികിൽ ഒട്ടകക്കൂട്ടങ്ങൾ. ഗ്രാമീണർ ഇവയെ സ്വതന്ത്രമായി അങ്ങനെ മേയാൻ വിട്ടിരിക്കുകയാണ്. മേയ്ക്കുന്നയാൾ മരച്ചുവട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവാം. വരണ്ട മണ്ണാണെങ്കിലും ഇവിടെ കാണുന്ന വൃക്ഷങ്ങൾക്ക് പോലും ഒരു ക്യാരക്ടറുണ്ട്. നരച്ച മണ്ണിന്റെ വിള്ളലിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നു. പൊറക്കലെ നദി. അബിത് ജാത്ത തടാകത്തിൽ നിന്ന് ലാംഗാനോ തടാകത്തിലേക്കൊഴുകുന്ന നദിയാണത്. അതിവിശാലമായ ഇടിവ് താഴ്വര. മനോഹരമാണ് ഭൂപ്രകൃതി. വാഹനം കേടായതുകൊണ്ടാണ് നാഷണൽ പാർക്ക് സന്ദർശിക്കാതെ ഞങ്ങൾ മടങ്ങുന്നത്. യാത്രയ്ക്കിടെ ഇങ്ങനെയുള്ള പല അങ്ങാടികൾ പിന്നിടുന്നുണ്ട്. ബുൽബുല്ല പട്ടണമാണിത്. ചെറിയ ചന്തയും മറ്റും കാണാം തെരുവോരത്ത്. അത്ര വികസിതമല്ലാത്ത ഒരു ചെറുപട്ടണം. ഈ പ്രദേശത്തുകൂടി ബുൽബുല്ല എന്നൊരു നദി ഒഴുകുന്നുണ്ട്. അതിൽ നിന്നുമാണ് പട്ടണത്തിനും ബുൽബുല്ല എന്ന പേരു ലഭിച്ചത്. ഒരു സ്കൂളും ഒരു എത്യോപ്യൻ ഓർത്തഡോക്സ് പള്ളിയും ഒരു മോസ്കും മറ്റുമുണ്ട് പട്ടണത്തിൽ. ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞാൻ നിരാശയിലാണ്. മുൻകൂട്ടി നിശ്ചയിച്ച കാഴ്ചകളൊന്നും ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ എത്യോപ്യൻ ഭാഗത്തുകൂടി ആ ഇടിവ് താഴ്വരയിലൂടെയാണ് കടന്നുപോകുന്നത്. ആദിമ മനുഷ്യൻ പിറന്ന ഇടമെന്നാണ് എത്യോപ്യയിലെ റിഫ്റ്റ് വാലിയുടെ വിശേഷണം. സിറിയ മുതൽ മൊസാംബിക് വരെ നീണ്ടുകിടക്കുന്ന ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ഏറ്റവും പ്രമുഖമായ ഒരു ജംഗ്ഷനാണ് എത്യോപ്യയിലുള്ളത്. അഫാർ ട്രിപ്പിൾ ജംഗ്ഷൻ എന്നതറിയപ്പെടുന്നു. റിഫ്റ്റ് വാലിയിൽ ഏറ്റവും അധികം തടാകങ്ങളും ജലസമൃദ്ധമായ നദികളുമുള്ള ദേശവും എത്യോപ്യ തന്നെയാണ്. പ്രമുഖമായ 8 തടാകങ്ങളാണ് ഇവിടെയുള്ളത്. 100 മുതൽ 1000 വരെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തടാകങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. പലയിടത്തും വലിയ ഫ്ലവർ ഫാമുകൾ കാണാം. ഇക്കാണുന്ന ഗ്രീൻ ഹൗസുകളിലെല്ലാം പൂക്കൾ വളർത്തുകയാണ്. റോസാപ്പൂവാണ് അതിൽ ഏറ്റവും പ്രമുഖം. എത്യോപ്യയിൽ അടുത്ത കാലത്ത് വളർന്നുവന്ന വലിയൊരു വ്യവസായമാണ് പൂക്കളുടേത്. ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഓരോ മാസവും പുഷ്പ കയറ്റുമതിയിലൂടെ എത്യോപ്യയിലേക്ക് എത്തുന്നത്. നെതർലാൻഡ്സ്, ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇസ്രായേൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലേക്കെല്ലാം എത്യോപ്യയിൽ നിന്നും പൂക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും എത്യോപ്യൻ പുഷ്പങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഓരോ വർഷവും 2 ബില്യൺ റോസാ പുഷ്പങ്ങൾ എത്യോപ്യയിലെ ഫ്ലവർ ഫാമുകളിൽ വിളവെടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. എത്യോപ്യൻ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 1,80,000 തൊഴിലാളികളാണ് ഇപ്പോൾ ഈ വ്യവസായത്തിൽ ജോലിയെടുക്കുന്നത്. കാർ ഇപ്പോൾ അദാമി തുളു എന്ന പട്ടണത്തിലെത്തിയിരിക്കുന്നു. കഴുതവണ്ടികൾ മുതൽ ആധുനിക ടാങ്കർ ലോറികൾ വരെ നിരത്തിലുണ്ട്. വലിയൊരു പട്ടണമാണ് അദാമി തുളു. തിരക്കുള്ള ഒരു പട്ടണം. അവിടെ ഒരിടത്ത് അമ്മാനുവേൽ വണ്ടി നിർത്തി. കരി വാങ്ങാനായി ഇറങ്ങിയതാണ് അയാൾ. വണ്ടി വിളിച്ചിരിക്കുന്ന സായിപ്പിനോട് അനുവാദം ചോദിച്ച ശേഷമാണ് അമ്മാനുവേൽ കച്ചവടം നടത്തുന്നത്. വിലപേശലും മറ്റുമായി കുറേ സമയമെടുത്തു. ഒടുവിൽ വലിയ ചാക്കിൽ നിറച്ച മരക്കരി കച്ചവടക്കാർ ചുമന്ന് വാഹനത്തിന് മുകളിലേക്കു കയറ്റി. പട്ടണത്തിലെ ദരിദ്രർ അടുപ്പിരിക്കാനും തണുപ്പുകാലത്ത് മുറി ചൂടാക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത് അത്തരം മരക്കരിയാണ്. സമ്പന്നർ ഗ്യാസ് ഉപയോഗിക്കുമായിരിക്കാം. കാർ വിളിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരൻ സായിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. അതിനാൽ ഞാനും പുറത്തിറങ്ങിച്ചെന്നു. പാതയരികിൽ നിൽക്കുന്ന ഒരു എത്യോപ്യക്കാരിയുടെ ഫോട്ടോ എടുത്തു സായിപ്പ്. എന്നിട്ടവളെ അത് കാണിക്കുകയും ചെയ്തു. പുറത്തെ ഭാണ്ഡത്തിൽ കുഞ്ഞിനെ തൂക്കി വന്ന യുവതിയും എത്യോപ്യക്കാരികളുടെ കേശാലങ്കാരവുമൊക്കെ ഫോട്ടോഗ്രാഫിക്ക് വിഷയമായി. വിൽപ്പനക്കാരുമായുള്ള പേശലിനൊടുവിൽ കരിയുടെ വില നൽകി അമ്മാനുവേൽ തിരികെ വന്നു.
അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം അമ്മാനുവേലിന്. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങിങ്ങ് വളർന്നു നിൽക്കുന്ന ചെറുമരങ്ങൾ, അതിനെല്ലാം അപ്പുറം കാണുന്നത് അഗ്നിപർവ്വതങ്ങളാണ്. ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട് റിഫ്റ്റ് വാലിയുടെ പരിസരങ്ങളിൽ. 6000 കിലോമീറ്റർ നീളമുള്ള ഒരു സമതലമെന്ന് റിഫ്റ്റ് വാലിയെ വിശേഷിപ്പിക്കാം. നല്ല ജലസാന്നിധ്യമുള്ളതുകൊണ്ട് പച്ചപ്പുള്ള ധാരാളം കൃഷിയിടങ്ങളും ഇവിടെ കാണാം. കോക്ക തടാകത്തിന്റെ തീരമാണിത്. തടാകത്തിന്റെ ഒരറ്റമാണ് അക്കാണുന്നത്. വലിയൊരു ഡാം സൃഷ്ടിച്ച കൃത്രിമ തടാകം. തടാകതീരത്ത് അതിവിശാലമായ കൃഷിയിടങ്ങളുണ്ട്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, കടുക് തുടങ്ങിയവയെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. പിന്നെ എത്യോപ്യക്കാരുടെ മുഖ്യ ഭക്ഷ്യധാന്യമായ തെഫും. കാഴ്ചയിൽ വരണ്ടതാണെന്ന് തോന്നുമെങ്കിലും നല്ല തണുപ്പും നനവുമുള്ള പ്രകൃതിയാണിവിടെ. അക്കാര്യത്തിൽ ആഫ്രിക്കയിലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എത്യോപ്യ. മോജോയിൽ വെച്ച് വാഹനം അഡിസ് അദാമ എക്സ്പ്രസ് വേയിലേക്ക് കയറി. ഒരു ടോൾ ഗേറ്റ് കടന്നു വേണം എക്സ്പ്രസ് വേയിലേക്കെത്താൻ. അത് പിന്നിട്ടിപ്പോൾ എക്സ്പ്രസ് വേയിലാണ്. അഡിസ് അബാബയിൽ നിന്നും അദാമയിലേക്കുള്ള ദൂരത്തിന്റെ പാതി വഴിയിൽ വെച്ചാണ് ഞങ്ങൾ എക്സ്പ്രസ് വേയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. വലത്തോട്ട് നോക്കുമ്പോൾ അദാമയിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേ കാണാം. മോജോ പട്ടണത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പകൽ യാത്ര ചെയ്ത ഡയറക്ഷനിൽ നേരെ പോയാൽ അവാസ എന്ന വലിയൊരു പട്ടണമുണ്ട്. അവിടേക്കുള്ള ഒരു എക്സ്പ്രസ് വേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതേവിധം എത്യോപ്യയിൽ പലയിടത്തും എക്സ്പ്രസ് വേകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ടോൾ ഹൈവേകൾ വലിയ വിജയമാണെന്ന് എത്യോപ്യൻ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണിത്. എക്സിം ബാങ്ക് ഓഫ് ചൈനയാണ് ഈ എക്സ്പ്രസ് വേക്ക് വേണ്ടി ചെലവ് വന്ന തുകയുടെ 57% മുടക്കിയത്. 43% മാത്രമേ എത്യോപ്യൻ ഗവൺമെന്റിന് ചെലവ് വന്നിട്ടുള്ളൂ. അതേസമയം ചൈന കമ്മ്യൂണിക്കേഷൻസ് കൺസ്ട്രക്ഷൻസ് കമ്പനി ഈ റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തതിലൂടെ വൻ ലാഭമുണ്ടാക്കുകയും ചെയ്തു. തലയ്ക്ക് മുകളിലൂടെ റെയിൽവേ ലൈൻ കടന്നുപോകുന്നു. അതും ചൈനീസ് നിർമ്മിതി തന്നെ. ബിഷോഫ്തു റെയിൽവേ സ്റ്റേഷനാണ് അക്കാണുന്നത്. ഒരു ഗംഭീര നിർമ്മിതിയാണത്. ഒരു ആഫ്രിക്കൻ രാജ്യത്തുകൂടിയാണ് യാത്രയെന്ന് തോന്നുകയേയില്ല. എത്യോപ്യ ജിബൂട്ടി റെയിൽവേയും എക്സ്പ്രസ് വേകളുമെല്ലാം വന്നതോടെ ഈ പ്രദേശങ്ങളുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നു. ഒടുവിൽ തുളു ദിംതു മെയിൻ ടോൾ പ്ലാസയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും ടോൾ നൽകണം. തുളു ദിംതുയിൽ വെച്ച് എക്സ്പ്രസ് വേയിൽ നിന്നും പുറത്തിറങ്ങി. ഇതെല്ലാം തുളു ദിംതു പ്രദേശമാണ്. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയും മറ്റുമുണ്ട്. അഡിസ് അബാബ റിംഗ് റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. 2004 ഈ റിംഗ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തുടക്കത്തിൽ ഇഴഞ്ഞു നീങ്ങിയ പ്രോജക്റ്റ് ചൈന ഏറ്റെടുത്തതോടെ വളരെ പെട്ടെന്ന് മുന്നേറുകയായിരുന്നു. ആധുനികവും ആസൂത്രിതവുമായ ഒരു നഗരഭാഗമാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൈന തന്നെയാണ് അതിന്റെ രൂപരേഖ തയ്യാറാക്കിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. മുന്നോട്ട് നോക്കുമ്പോൾ ന്യൂ ടൗൺ എത്ര ആസൂത്രിതമാണെന്ന് മനസ്സിലാവും. ഒരേ ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർ ആസൂത്രണ തികവോടെ പാതകളും കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നു. ഇവിടെയാകട്ടെ എത്യോപ്യ എന്ന വികസ്വര രാജ്യം ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ വലിയ വളർച്ച നേടാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ന്യൂ ടൗണുകൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും. ജിബൂട്ടി എന്ന രാജ്യത്തു നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവിടെ അഡിസ് അബാബയിലെ കാഴ്ചകൾ. വരും നാളുകളിൽ ഒരുപക്ഷെ ജിബൂട്ടി ഈ വിധം വളരുമായിരിക്കാം. എങ്കിലും എത്യോപ്യ ഒരു മുഴം മുൻപേയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും എങ്ങനെ നിക്ഷേപം സ്വീകരിക്കണമെന്നും സാങ്കേതിക വിദ്യകൾ കടമെടുക്കണമെന്നും അവർ പഠിച്ചു കഴിഞ്ഞു.
അഡിസ് അബാബ റിംഗ് റോഡിന്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. അഡിസ് അബാബയുടെ പ്രധാന ഭാഗം വളരെ തിരക്കേറിയതാണ്. അവിടുത്തെ ആ തിരക്കുകൾ പരമാവധി ഒഴിവാക്കുക കൂടിയാണ് ഇങ്ങനെ നഗരത്തിന് പുറത്ത് കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ എത്യോപ്യ ചെയ്യുന്നത്. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്തിയപ്പോഴേക്കും നേരമിരുട്ടി. ഞങ്ങൾക്ക് സൗജന്യ യാത്ര തരപ്പെടുത്തി തന്ന സായിപ്പിനോട് യാത്ര പറയാൻ നേരമാകുന്നു. അയാളും കൂട്ടുകാരിയും കാണിച്ച സന്മനസ്സിന് നന്ദി പറഞ്ഞു. പട്ടണത്തിൽ നിന്നും മറ്റൊരു ടാക്സിയിൽ ഡോക്ടർ അജിൻ പറഞ്ഞു തന്ന ഏതോ ഉൾവഴിയിലൂടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇത് ഹോട്ടൽ ഗോൾഡൻ ടുലിപ്പ്. ഇവിടെ ഒരു മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അജിനും സതീഷും എന്നെ ഹോട്ടലിലിറക്കി തങ്ങളുടെ വീടുകളിലേക്ക് പോയി. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. വലിയൊരു ഹോട്ടലാണ് ഗോൾഡൻ ടുലിപ്പ്. ജയകാന്ത് വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തതാണ്. 4-ാം നിലയിലെ 409-ാം നമ്പർ മുറി. അതിലേക്ക് പ്രവേശിച്ചു. ആകെ ക്ഷീണിതനും നിരാശനുമാണ് ഇന്ന്. ഉദ്ദേശിച്ച ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനാവാത്തതിന്റെ നിരാശ. യാത്രകൾക്കിടയിൽ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഉന്മേഷദായകമായ ആംബിയൻസ്. 4-5 ദിവസമായി നല്ല തിരക്കുകളിലായിരുന്നു. ജിബൂട്ടിയിലും എത്യോപ്യയിലുമായി 19 എപ്പിസോഡുകൾ ഇതിനകം ചിത്രീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരീരത്തിൽ മുഴുവൻ പൊടിയാണ്. ബാത്റൂമിൽ കയറി നന്നായി ഒന്ന് കുളിച്ചു. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള നല്ലൊരു ഹോട്ടലാണ്. ഇന്നിനി താഴെ പോയി റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിക്കാനൊന്നും താല്പര്യമില്ല. എന്തെങ്കിലും മുറിയിലേക്ക് വരുത്താം. ഇന്നത്തെ ജോലികൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത ദിവസം രാവിലെ ഉണർന്നെണീറ്റത് അല്പം വൈകിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നേരം 10 മണിയായിരിക്കുന്നു. മുറിയിൽ ചെന്ന് ലഗേജ് എല്ലാം എടുത്തു. 11 മണിയായപ്പോഴേക്കും ലോബിയിലേക്കെത്തി. ചെക്കൌട്ടിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇനി എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും ഷട്ടിൽ സർവീസ് ഉണ്ട്. ഷട്ടിൽ ബസ് വന്നെന്ന അറിയിപ്പുമായി ഒരു ജീവനക്കാരനെത്തി. എന്റെ ബാഗുമായി അയാൾ മുൻപേ നടന്നു. ഗോൾഡൻ ടുലിപ്പിന്റെ തന്നെ വാഹനം. എയർപോർട്ടിലേക്ക് യാത്ര തുടങ്ങി. എയർപോർട്ടിനടുത്തു തന്നെയാണ് ഗോൾഡൻ ടുലിപ്പ് ഹോട്ടൽ. അതുകൊണ്ട് തന്നെ ഈ വാഹനം പലതവണ എയർപോർട്ടിനെയും ഹോട്ടലിനെയും ബന്ധപ്പെടുത്തി സർവീസ് നടത്തുന്നുണ്ടാവാം. ബോലെ ഇന്റർനാഷണൽ എയർപോർട്ട് ആധുനികവൽക്കരിക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റാമ്പുകളുടെയും മറ്റും പണി നടക്കുന്നത് കാണാം. ഇന്റർനാഷണൽ എയർപോർട്ടിലെ പുതിയൊരു ടെർമിനലിന്റെ നിർമ്മാണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായ സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. എമിറേറ്റ്സ് വിമാനത്തിലാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ചെക്ക് ഇൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. സെക്യൂരിറ്റി പരിശോധനകൾ കഴിഞ്ഞ ശേഷം വിമാനത്തിലേക്ക് കയറാനുള്ള ഊഴം കാത്തിരിക്കുകയാണ്. വിമാനം വന്നു കിടക്കുന്നുണ്ട്. ആളെ ഇറക്കി ക്ലീനിംഗ് പൂർത്തിയാക്കി അതങ്ങനെ കിടക്കുകയാണ്. ഒരു ഭാഗത്ത് ഏതാനും പഴഞ്ചൻ വിമാനങ്ങൾ കാണാം. ഹെയ്ലി സലാസി ചക്രവർത്തിയുടെ കാലത്തെ വിമാനങ്ങളാണ്. ആ വിമാനങ്ങളിൽ നിന്നുമാണ് എത്യോപ്യൻ എയർലൈൻസ് ഇന്നത്തെ ഖ്യാതിയിലേക്ക് വളർന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും വളർച്ചയുള്ള വിമാന കമ്പനികളിലൊന്നാണ് എത്യോപ്യൻ എയർലൈൻസ്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിലൊന്ന്. 1945-ൽ 5 ഡഗ്ലസ് C-47 വിമാനങ്ങളുമായിട്ടായിരുന്നു എത്യോപ്യൻ എയർലൈൻസിന്റെ തുടക്കം. ഇന്നാകട്ടെ ആധുനികമായ 112 വിമാനങ്ങളാണ് കമ്പനിക്ക് സ്വന്തമായുള്ളത്. 2019 മാർച്ച് 2-ാം വാരത്തിൽ എത്യോപ്യൻ എയർലൈൻസിന്റെ ഒരു വിമാനം തകർന്നു വീണത് ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അത് വിമാന കമ്പനിയുടെ പരാജയം കൊണ്ടല്ല, വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലമാണ്.
മികച്ച ട്രാക്ക് റെക്കോർഡാണ് തുടക്കം മുതൽ എത്യോപ്യൻ എയർലൈൻസിനുള്ളത്. ഏറ്റവും പ്രൊഫഷണലായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എമിറേറ്റ്സ് വിമാനത്തിൽ ചരക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂർ കൂടി കഴിയും യാത്രക്കാരെ കയറ്റാൻ. എയർലൈനുകളുടെ വരുമാനത്തിൽ ഇങ്ങനെയുള്ള ചരക്കു നീക്കത്തിന് വലിയ പങ്കുണ്ട്. ഒരു വിമാനത്തിന്റെ നേർപകുതി ഭാഗം ഉപയോഗപ്പെടുത്തുന്നത് ചരക്കു നിറയ്ക്കുന്നതിനു വേണ്ടിയാണ്. ഒരു സാധാരണ വിമാനത്തിൽ യാത്രക്കാർ ഇരിക്കുന്നത് വിമാനത്തിന്റെ മുകളിലെ പകുതിയിലാണ്. അതിനു താഴെയുള്ള പകുതി ഭാഗം മുഴുവനായും ചരക്ക് നിറയ്ക്കാനുള്ളതാണ്. ഇവിടെ നിന്നും എമിറേറ്റ്സിന്റെ 2-3 വിമാനങ്ങൾ ദിവസേന ദുബായിലേക്ക് പറക്കുന്നുണ്ട്. വിമാനത്തിലേക്ക് ആളെ കയറ്റിവിട്ടു തുടങ്ങി. ഞാനും എയ്റോ ബ്രിഡ്ജിലൂടെ അതിലേക്ക് നടന്നു. ധാരാളം യാത്രക്കാർ. എത്യോപ്യൻ എയർലൈൻസിന്റെ ആസ്ഥാനവും പ്രധാന ഹബ്ബും ഈ ബോലെ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഒരു ആഫ്രിക്കൻ രാജ്യത്തെ വിമാന കമ്പനിക്ക് ഇത്രയൊക്കെ വളർച്ച നേടാനാവുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും. പിന്നിൽ അവരുടെ ധാരാളം വിമാനങ്ങൾ കിടപ്പുണ്ട്. ആഫ്രിക്കയിലെ തന്നെ തിരക്കേറിയ ഒരു എയർപോർട്ടാണിത്. ഗൾഫ് എയർ, ഫ്ലൈ ദുബായ്, ഈജിപ്റ്റ് എയർ, ലുഫ്താൻസ, ഖത്തർ എയർവേസ് തുടങ്ങി നിരവധി കമ്പനികൾ ഇവിടേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്യോപ്യൻ എയർലൈൻസ് ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. അത് തുടങ്ങുന്നതോടെ ഇന്ത്യക്കാർക്ക് ഈ മേഖലയിലേക്കുള്ള യാത്രാ സൗകര്യം ഒന്നുകൂടി വർദ്ധിക്കും. ഇനി ഗൾഫിനേക്കാൾ വളർച്ചയുണ്ടാകാൻ പോകുന്ന നാടാണ് എത്യോപ്യ. തൊഴിൽ സാധ്യതയും അതോടൊപ്പം വർദ്ധിക്കും. വിമാനത്തിൽ മിക്ക സീറ്റിലും ആളുണ്ട്. ബോലെ ഇന്റർനാഷണൽ എയർപോർട്ടും ആഫ്രിക്കയുടെ അഭിമാനമാണ്. ധാരാളം ഹാങ്ങറുകളും റിപ്പയറിംഗ് യാർഡുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുമെല്ലാമായി ലോക നിലവാരത്തിലുള്ള വിമാനത്താവളം. യൂറോപ്പിലെയോ ചൈനയിലെയോ ജപ്പാനിലെയോ എയർപോർട്ടുകൾ പോലെ വിസ്തൃതവും ആധുനികവും സൗകര്യപ്രദവുമാണിത്. ഗ്രാമങ്ങളിൽ ദാരിദ്ര്യമാണെങ്കിൽ ഈ തലസ്ഥാന നഗരത്തിൽ സമ്പന്നതയാണ് ദൃശ്യമാവുന്നത്. അഡിസ് അബാബയോട് ഞാൻ യാത്ര പറയുകയാണ്. വിമാനം റൺവേയിലേക്ക് കയറി കുതിച്ചു തുടങ്ങി. എത്യോപ്യൻ മണ്ണിൽ നിന്നും ഉയരാനുള്ള കുതിപ്പ്. എത്യോപ്യയോടും ആഫ്രിക്കയോടും വിട. ജിബൂട്ടിയിൽ നിന്നും എത്യോപ്യയിലെത്തി അവിടെ നിന്നും നാട്ടിലേക്കുള്ള മടക്കം. എന്റെ ഇത്തവണത്തെ സഞ്ചാരത്തിൽ ഈ ആഫ്രിക്കൻ നാടുകളിലെ മലയാളി സുഹൃത്തുക്കൾ വലിയ സഹായമാണ് ചെയ്തു തന്നത്. ജിബൂട്ടി എന്ന രാജ്യത്തു ചെന്നിറങ്ങുമ്പോൾ തന്നെ എനിക്ക് മലയാളികളുടെ സഹായം ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള സഹായമൊന്നുമില്ലാതെ ഞാൻ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ മലയാളി സുഹൃത്തുക്കൾ നൽകിയ സഹായത്തെ വിസ്മരിക്കാനാവില്ല. ജിബൂട്ടിയിൽ റജി എബ്രഹാം, സുരേഷ് നായർ. എത്യോപ്യയിൽ ജയകാന്ത്. താഴെ അഡിസ് അബാബയുടെ ആസൂത്രിത നഗരഭാഗങ്ങൾ കാണാം. പല ട്രാക്കുകളായി നേർരേഖ പോലെ കിടക്കുന്ന പാതകൾ. ചൈനയാണ് നഗരത്തെ ഈ വിധം അടുക്കും ചിട്ടയുമുള്ളതാക്കുന്നതിൽ എത്യോപ്യയെ ഏറ്റവും അധികം സഹായിക്കുന്നത്. ഗൂഗിൾ മാപ്പെടുത്ത് എത്യോപ്യയെ നോക്കിയാൽ അവിടുത്തെ ഏതു പട്ടണവും വളരെ ആസൂത്രിതമാണെന്ന് മനസ്സിലാവും. താഴെ ഇക്കാണുന്നതെല്ലാം വ്യവസായ കേന്ദ്രങ്ങളാണ്. സ്വന്തമായൊരു തുറമുഖമില്ലെങ്കിലും വ്യാവസായിക രംഗത്ത് വലിയ കുതിപ്പ് നടത്തുന്ന രാജ്യമാണ് എത്യോപ്യ. ജിബൂട്ടി തുറമുഖത്തെയാണ് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇവർ ആശ്രയിക്കുന്നത്. അടുത്ത കാലത്ത് ഇവർ എറിത്രിയ എന്ന അയൽ രാജ്യവുമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ പരസ്പരം പോരാടുന്ന രാജ്യങ്ങളായിരുന്നു എത്യോപ്യയും എറിത്രിയയും. പുതിയ കരാറോടെ എത്യോപ്യയ്ക്ക് എറിത്രിയയുടെ തുറമുഖം തുറന്നു കിട്ടുകയാണ്. താഴെ സാറ്റലൈറ്റ് ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. മനോഹരമായി ചിട്ടയോടെ രൂപപ്പെടുത്തിയിരിക്കുന്ന ടൗൺഷിപ്പുകൾ. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും താഴെ വലിയ ഇടിവു താഴ്വരകൾ കാണാം. ഭൂമിയിൽ രൂപപ്പെട്ട വൻ വിള്ളലുകൾ. അതിലൂടെ ചെറിയ നദികൾ ഒഴുകുന്നുണ്ട്. ഏതോ ഭൗമപ്രതിഭാസത്തിന്റെ ഫലമായി
വിണ്ടുകീറുകയും ഇടിഞ്ഞു താഴുകയും ചെയ്ത ഉപരിതലങ്ങൾ. സഹയാത്രികരിൽ പലരും മയക്കത്തിലാണ്. ചിലർ മുന്നിലെ സ്ക്രീനിലെ വിനോദങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഞാൻ പക്ഷേ പുറത്തെ കാഴ്ചകളിലാണ്. ആഫ്രിക്കയുടെ മണ്ണ് അകന്നകന്നു പോകുന്നതും നോക്കി ഞാനിരുന്നു.